ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് പറയുന്ന ഒരു പ്രശ്നമാണ്, ചേച്ചി ഞാൻ പണ്ട് നല്ലോണം പഠിക്കുമായിരുന്നു, സ്കൂളിലൊക്കെ ഭയങ്കര ടോപ്പറായിരുന്നു, പക്ഷേ നീറ്റ് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ത് പറ്റിയെന്നറിയില്ല, എനിക്ക് പണ്ടത്തെ പോലെയൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എവിടെ എത്താത്ത പോലെയെന്നൊക്കെ. സോ ദിസ് വീഡിയോ ഈസ് ഫോർ യു. അതായത് എത്ര പഠിക്കാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ കുറേ അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് പോലും നല്ലൊരു റിസൾട്ട് എത്തിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഹൗ ടു ഹാവ് ദ ഗ്രേറ്റസ്റ്റ് അക്കാഡമിക് കംബാക്ക് ഓഫ് യുവർ ലൈഫ് എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഗ്രേറ്റസ്റ്റ് അക്കാഡമിക് കംബാക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡോക്ടർ ആവണം. അപ്പോൾ എനിക്കൊരു ഡോക്ടർ ആവണം എന്നുള്ളത് അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ എന്നുള്ളത് ഒരു ഗോളാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് സ്പെസിഫിക്. അത് ഭയങ്കര വേഗമായിട്ടുള്ളൊരു ഗോളാണല്ലോ. അപ്പോൾ ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള ഒരു സ്പെസിഫിക് ഗോൾ എന്ന് പറയുന്നത് ഫൈനൽ നീറ്റ് എക്സാമിന് എനിക്കൊരു 700+ മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു 650+ മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അണ്ടർ 500 അല്ലെങ്കിൽ അണ്ടർ 1000 എനിക്ക് കിട്ടണം എന്നുള്ള രീതിക്ക് ഒരു സ്പെസിഫിക് ഗോള് ആദ്യം നിങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾക്കൊരു വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് അത് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ അടുത്ത കാര്യം, നിങ്ങൾ എപ്പോഴും അതിങ്ങനെ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം, എനിക്ക് ഇത്ര മാർക്ക് മേടിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര റാങ്ക് മേടിക്കണം. ആൻഡ് എപ്പോഴും അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഡ്രീം കോളേജിൽ ഇപ്പോൾ എയിംസ് ഡൽഹിയുടെ ഒക്കെ ഫ്രണ്ട് കൂടെ ആ എയിംസ് ഡൽഹിയുടെ എംബ്ലോം ഇങ്ങനെ പേരൊക്കെ എഴുതി ആ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് ലിറ്റ്മാൻ്റെ സ്റ്റെത്തസ്കോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ 5.5 വർഷത്തെ MBBS ജേർണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോൺവക്കേഷൻ സെറിമണിക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ നിന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നതും, അല്ലെങ്കിൽ കോൺവക്കേഷൻ സെറിമണിക്ക് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. അതും നിങ്ങളെ ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ്. രണ്ടാമത് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടോ അതൊക്കെ ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ നീറ്റിന് പഠിക്കുന്ന സമയത്ത് ഞാൻ 1 ഇയർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത്. പക്ഷേ ആ 1 ഇയറിൽ തന്നെ ഒരു 8 മന്ത്സാണ് ഞാൻ ഭയങ്കര പ്രോപ്പറായിട്ട് പഠിച്ചത്, ഹോസ്റ്റലിലൊക്കെ പോയിട്ട് പഠിച്ചത്. ആ 8 മന്ത്സിൽ ആകെ ഒറ്റ തവണയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. ബാക്കി ഫുൾ ടൈം ഞാൻ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് പഠിച്ചത്. ആൻഡ് ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്ത് ആകെ ആഴ്ചയിൽ 2 ദിവസം ഫോൺ കിട്ടും. അതും ഫോൺ എന്ന് പറയുന്നത് കീപാഡ് ഫോണാണ്, ഈ സ്മാർട്ട് ഫോണൊന്നും അല്ല. ആകെ ആ ഫോണിലുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റേ പാമ്പിൻ്റെ ഗെയിം കളിക്കാം, വീട്ടിലേക്ക് വിളിക്കാം, തിരിച്ചു കൊടുക്കാം. അതും ആഴ്ചയിൽ 2 ദിവസം കിട്ടും. 1 മണിക്കൂർ ഈച്ചോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഈച്ച് സംതിങ് ആയിരുന്നു ഫോൺ കിട്ടുന്ന ടൈം. എനിക്ക് ആ സമയത്ത് ഒരു ഇൻസ്റ്റഗ്രാമും ഉണ്ടായിരുന്നില്ല, ഒരു യൂട്യൂബും ഉണ്ടായിരുന്നില്ല, ഒന്നും സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന കാര്യമൊന്നും ആ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കുറേ ഡ്രീംസ് ഉണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും അതിന് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അറിയാണ്ട് വേറെ കാര്യങ്ങളിൽ സ്പെൻഡ് ആയി പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ഡൗൺ ചെയ്യുക. മെയിനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ടൈം അറിയാണ്ട് പോകുന്നൊരു ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ നീറ്റ്, ബെറ്റർ ടു അവോയ്ഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. സോഷ്യൽ മീഡിയ എന്നൊക്കെ തൽക്കാലം കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്തുക. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡോണ്ട് ടോക്ക് അബൌട്ട് യുവർ ഗോൾസ് ഇമ്മച്വയർലി. അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ വേറെ ആളടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒബിയസ്ലി ഇപ്പോൾ എനിക്കൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ എനിക്ക് ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാമിൽ ഇത്ര റാങ്ക് മേടിക്കണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരിക്കും. അതിപ്പോൾ വേറെ ആളടുത്ത് പോയി പറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ്ഡ് ആവും. ഒബിയസ്ലി നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് ഒരാളടുത്ത് പറയുമ്പോൾ ഒബിയസ്ലി നമുക്കൊരു സന്തോഷം തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ ഡോപ്പമിൻ റിലീസ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്ച്വലി പറ്റിക്കപ്പെടും. ബ്രെയിൻ വിചാരിക്കും അത് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന്. അപ്പം അങ്ങനെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് തോന്നില്ല. ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്, ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ ആൾക്കാരുടെ അടുത്ത് പറയുന്നതിലും നല്ലത് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം പറയുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് വൺസ് ലൈക്ക് പാരൻസിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യാം. കാരണം അവരെപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഗോളിൽ എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എപ്പോഴും അധികം നിങ്ങളുടെ ഗോൾസിനെ പറ്റി ബാക്കിയുള്ളവരടുത്ത് സംസാരിക്കാണ്ടിരിക്കുക. നാലാമത്തെ കാര്യം, വർക്ക് ഹാർഡ് വിതൗട്ട് എക്സ്ക്യൂസസ്. നമ്മളിപ്പോൾ എക്സ്ക്യൂസസ് കണ്ടെത്താൻ നിന്നാൽ നമുക്ക് ഇഷ്ടം പോലെ എക്സ്ക്യൂസസ് ഉണ്ടാവും.
ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ പേടിയായിരുന്നു, ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോയാൽ ഓൾറെഡി എൻ്റെ വീട്ടിൽ ആ സമയത്ത് കുറേ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ എത്രയോ ലക്ഷങ്ങളൊക്കെ കൊടുത്ത് പഠിക്കാൻ വേണ്ടി പോയാൽ അഥവാ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഞാനൊരു ഫൈനാൻഷ്യൽ ബേർഡൻ വീട്ടിൽ കൊടുക്കുന്നത് പോലെയല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ 1 ഇയർ കഷ്ടപ്പെട്ട് പഠിച്ചാൽ എനിക്ക് കിട്ടിയില്ലെങ്കിലോ, ഇങ്ങനെ ലൈക്ക് നമുക്കിങ്ങനെ എക്സ്ക്യൂസസ് ഉണ്ടാക്കാൻ കുറേ കാരണങ്ങളുണ്ടാവും. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു എക്സ്ക്യൂസായിട്ട് കണ്ടിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാനൊന്നും വയ്യ, ഞാൻ നീറ്റൊന്നും വേണ്ട, ഡോക്ടറൊന്നും ആവണ്ട, ഞാൻ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അതിന് വേണ്ടി ഡെയിലി 14 hours ഒക്കെ ഡെയിലി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 8 months ഡെയിലി 14 hours ഒക്കെ ഇരുന്ന് പഠിക്കുകയാണ്. വേറെ ഒന്നും ലൈഫിൽ നടക്കുന്നില്ല. അങ്ങനെ എക്സ്ക്യൂസസ് കണ്ടെത്താൻ ഒരുപാടുണ്ടായിട്ട് പോലും അതൊന്നും മൈൻഡ് ആക്കാണ്ട് എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട് അത്രയും വർക്ക് ഹാർഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീം കോളേജിൽ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ എക്സ്ക്യൂസസ് കുറേ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ആക്കാണ്ട് നിങ്ങൾക്കൊരു ഒറ്റ ഡ്രീമേ ഉള്ളൂ. ആ ഒരു ഒറ്റ ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര എഫേർട്ട് ഇടാൻ പറ്റുമോ അത്ര എഫേർട്ട് ഇട്ടിട്ട് പഠിക്കാൻ വേണ്ടി നോക്കാം. അടുത്തത്, നിങ്ങളുടെ സർക്കിളിൽ നിന്ന്, എസ്പെഷ്യലി നിങ്ങളുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള പീപ്പിളിനൊക്കെ കട്ട് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ എത്ര നമ്മുടെ സെൽഫിൽ ബിലീവ് ചെയ്യാൻ നോക്കിയാലും, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്കിടയിലുള്ള ചില ആളുകളുണ്ടാവും, അത് എനിക്കൊന്നും കിട്ടില്ല, അല്ലേ എന്തിനാ നീ വെറുതെ ഇത്രയും വർഷം ഇതിന് വേണ്ടിയിട്ട് കളയുന്നത്, നിന്നേക്കാളും പഠിക്കുന്ന ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല, പിന്നെ നിനക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന നാട്ടുകാരും ചിലപ്പം വീട്ടുകാർ വരെ ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ ആളുകളെയൊക്കെ തൽക്കാലം നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ നിന്ന് കട്ടൗട്ട് ചെയ്യാൻ നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റാത്ത ആൾക്കാരാണ്, നിങ്ങളുടെ ക്ലോസ് പീപ്പിളൊക്കെ ആണെങ്കിൽ തൽക്കാലം അവർ പറയുന്ന കാര്യത്തിന് ചെവി കൊടുക്കാണ്ടിരിക്കുക. ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ആൻഡ് ചില സമയത്തൊക്കെ നമുക്ക് സെൽഫ് ഡൗട്ട്സ് ഒക്കെ വരും, ഇതെന്നെ കൊണ്ടൊക്കെ പറ്റുമോ, കാരണം അത്രയും എമൗണ്ട് ഓഫ് ആളുകൾ, എത്രയോ ലക്ഷം കുട്ടികൾ എഴുതുന്നൊരു എക്സാമാണ്. അപ്പോൾ അതിൽ ഇത്രയും റാങ്കിൻ്റെ ഉള്ളിൽ ഒരു 25,000 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് വരാൻ പറ്റുമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട്സ് ഉണ്ടാവും. മക്കളെ ആ സമയത്തൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയൊരു ദിവസം ഉണ്ടാവില്ലേ, അന്ന് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുത്ത ദിവസത്തിനെ കുറിച്ച് ആലോചിക്കുക. അന്നത്തെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എഗെയിൻ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ നെഗറ്റിവിറ്റി പരത്തുന്ന ആളുകൾ, സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ തിരിച്ച് അവരുടെ അടുത്ത് പറയാം, തൽക്കാലം എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട, ഞാൻ എക്സാം കഴിയുന്നത് വരെ ഞാൻ ഇന്ന് എൻ്റെ കാര്യം നോക്കി പഠിക്കട്ടെ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് തൽക്കാലം ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക. അടുത്ത കാര്യം, നിങ്ങൾ ഒരു കുറേ ലോങ് ടേമിലോട്ടുള്ള, അതായത് ഒരു വർഷത്തോളം 2 വർഷത്തോളമൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു കോഴ്സിലായിരിക്കും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ചിലപ്പം +1 +2 ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലായിരിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിലിരുന്ന് പഠിക്കായിരിക്കും. അപ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ കാര്യമായിട്ട് ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 8 months ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫ് അത്രയ്ക്കും ഡ്രൈ ആയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ പഠിത്തം മാത്രം, ഉറക്കം, ഫുഡ് കഴിക്കുക മാത്രം. ഒരു വർഷത്തോളം ഇത് മാത്രമാണ് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ഡ്രൈ ആയിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ഡ്രീം, അല്ലെങ്കിൽ ആ ഒരു ഗോൾ, ആ ഒരു നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്തതിന് ശേഷം ലൈഫ് ഒരുപാട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഭയങ്കര ഗ്രേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ക്വിക്ക് പ്ലഷർ കിട്ടുന്ന ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് വീഡിയോസൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ക്വിക്ക് ഡോപ്പമിൻ റഷ് കിട്ടുന്ന ആക്ടിവിറ്റീസിന് തൽക്കാലം ഒഴിവാകാൻ നോക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫ് ഭയങ്കര പഠിത്തം മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ക്വിക്ക് ഡോപ്പമിൻ റഷ് തരുന്ന ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾ അതിൽ അഡിക്റ്റ് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ നോക്കാം. അങ്ങനെ ഒരു ക്വിക്ക് പ്ലഷർ കിട്ടുന്ന ആക്ടിവിറ്റീസിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള, എന്തെങ്കിലും പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയുള്ള സാറ്റിസ്ഫാക്ഷൻ നേടാൻ വേണ്ടിയിട്ട് നോക്കാം. അടുത്ത കാര്യം, മേക്ക് ആൻ ആക്ഷനബിൾ സ്റ്റഡി പ്ലാൻ. ഇപ്പോൾ ഞാൻ കുറേ പേര് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, അതായത് ഡെയിലി പ്ലാനൊക്കെ ഉണ്ടാക്കും, പക്ഷേ അതൊന്നും എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. അതായത് രാവിലെ ഇരുന്ന് പ്ലാൻ ഉണ്ടാക്കും, രാത്രി പഠിച്ച് കഴിയുമെന്ന് നോക്കുമ്പോൾ കുറേ ചാപ്റ്റേഴ്സ് അഗെയിൻ പെൻഡിങ് ആയിരിക്കും അന്നത്തെ പ്ലാനിൽ പഠിക്കാൻ വെച്ചത്. അപ്പോൾ എപ്പോഴും ആക്ഷനബിൾ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കാൻ നോക്കുക. അതായത് കുറേ ചാപ്റ്റേഴ്സ് അങ്ങ് ഒരു ദിവസം പഠിക്കുക, അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ്, കുറേ എക്സാംസ് ഒക്കെ എഴുതാമെന്ന് പറഞ്ഞിട്ട് മേ ബി നിങ്ങൾ രാവിലെ ഒരു മോട്ടിവേഷൻ്റെ പുറത്തൊരു പ്ലാൻ ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ ചിലപ്പം നിങ്ങൾക്ക് ആ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആ പ്ലാനിൽ
ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം രാത്രി നോക്കുന്ന സമയത്ത് കുറേ പെൻഡിങ് ഉണ്ടാവും. വീണ്ടും നിങ്ങൾക്ക് ഭയങ്കര ഒരു അക്യുമുലേറ്റഡ് ഫീലിംഗ് വരും. ഞാൻ പഠിക്കാൻ ഇത്രയും വിചാരിച്ചു, പക്ഷേ ഇന്നും അത് പറ്റില്ല. അത് ഗ്രാജുവലി നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ഇല്ലാത്തൊരു ഫീലിലേക്ക് വന്നേക്കാം. സോ ബെറ്റർ ടു മേക്ക് ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആൻഡ് അതനുസരിച്ച് പഠിക്കാൻ വേണ്ടി നോക്കും. പിന്നെ ഇത് യൂസ് എഫക്റ്റീവ് സ്റ്റഡി മെത്തേഡ്സ് ലൈക്ക് പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഞാൻ കുറേ വീഡിയോസിലായിട്ട് പറയാറുള്ളതാണ്. പിന്നെ ആക്റ്റീവ് റീകോൾ, അതായത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ബുക്കൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ആക്റ്റീവായിട്ട് നിങ്ങളത് റീകോൾ ചെയ്യുക, ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക ആൻഡ് എക്സാം പേപ്പർ അനാലിസിസ് ചെയ്യുക. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള രീതിക്ക് ലേണിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഫിസിക്സ് ഒക്കെ ആയിരിക്കും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. പക്ഷേ ഫിസിക്സൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ പലപ്പോഴും എനിക്കിഷ്ടമില്ല, കഷ്ടപ്പെട്ടൊന്ന് പഠിച്ച് തീർത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പഠിക്കുന്നതിന് പകരം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സ്റ്റഡി ഫിസിക്സ്, അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. അടുത്തത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള റോൾ മോഡൽസിനൊക്കെ ഫോളോ ചെയ്യുക. അവരൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റഡി ടെക്നിക്സ് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ അറിഞ്ഞ് അത് നിങ്ങളുടെ സ്റ്റഡീസിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. മേ ബി അത് നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ തന്നേക്കാം. അടുത്തത് അൺലീഷ് യുവർ ഇന്നർ ബീസ്റ്റ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർഫുൾ സെൽഫ് ഉണ്ട്. ഇപ്പം നിങ്ങളൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് സ്കൂളിലൊക്കെ നല്ലോണം പഠിക്കുമായിരുന്നു, അല്ലെ പണ്ടൊക്കെ നല്ല ഗ്രേഡ്സൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പം എന്താ പറ്റിയതെന്ന് അറിയില്ല. ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബീസ്റ്റ് ഉണ്ട്, അത് അൺലീഷ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ആ ഒരു എന്തൊക്കെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ, ഇപ്പോൾ നീറ്റ് മാത്രമായിരിക്കില്ല, വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ എനർജിയും നിങ്ങളുടെ എല്ലാ എഫേർട്സും ഈ ഒരു നിങ്ങളുടെ ഗോളിലേക്ക് കൊടുക്കുക. ആൻഡ് ബെറ്റർ റിസൾട്ട്സ് അല്ലെങ്കിൽ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആ ഒരു ജേർണിക്ക്, നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങളുടെ ഫുൾ ഫോക്കസും എനർജിയും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക, എപ്പോഴും നിങ്ങളിങ്ങനെ പുഷ് ചെയ്യാൻ നോക്കുക. ഇനി വേറൊരു കാര്യം, ചില ദിവസമൊക്കെ നമുക്ക് അത്രയും പ്രൊഡക്റ്റീവായിട്ടൊന്നും പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ വന്നേക്കാം. എസ്പെഷ്യലി ഇപ്പോൾ ഫീമെയിൽസ് അല്ലെങ്കിൽ ഗേൾസിൻ്റെയൊക്കെ കേസിൽ പീരിയഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് മൂഡ് സ്വിങ്സ് ഒക്കെ വന്നേക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒന്നുകൂടെ റീസെറ്റ് ചെയ്യുക. ആൻഡ് അടുത്ത ദിവസം തൊട്ട് വീണ്ടും എത്ര എഫക്റ്റീവായിട്ട് എത്ര എഫേർട്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ആ രീതിക്ക് പഠിക്കാൻ നോക്കുക. ആൻഡ് ഞാൻ സത്യം പറയാണ്, നിങ്ങൾ ഇപ്പോൾ ഇടുന്ന ഈ എഫേർട്സ്, ഇപ്പോൾ നിങ്ങൾ ഇടുന്ന കഷ്ടപ്പാടുകൾ, ഇതിനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട്സ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ സീറ്റിന് വേണ്ടിയിട്ടാണ് കുറേ കുട്ടികളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ മാർക്കിൻ്റെ ഡിഫറൻസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടാതായി പോയേക്കാം. എനിക്കിപ്പോഴും അറിയാം, എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ട്, കട്ട് ഓഫ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തോ 610 605 ഒക്കെ ആയിരുന്നു. 602 മാർക്സൊക്കെ കിട്ടിയിട്ട് അല്ലെങ്കിൽ 600 മാർക്ക് കിട്ടിയിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ ശരിയാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSൽ ജോയിൻ ചെയ്യേണ്ടിയിരുന്ന ആൾ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ ഒക്കെ കിട്ടാണ്ടായിപ്പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് അത്രയും കാലം ഇട്ടൊരു എഫേർട്സ് വെറുതെ ആയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അവരുടെ ഒരു ഡ്രീമിലേക്ക് എത്താൻ പറ്റാണ്ടായിപ്പോയ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മിനിറ്റും, ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയവും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന ആ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആ ഒരു സീറ്റ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്നും നഷ്ടപ്പെട്ടു പോയേക്കാം. കാരണം എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും അത് മനസ്സിൽ ഓർമ്മ വെക്കാം. ഇപ്പോൾ ഇടുന്ന എഫേർട്സിനൊക്കെ എന്തായാലും നിങ്ങൾക്കൊരു ബെറ്റർ ഫ്യൂച്ചർ, ബെറ്റർ റിസൾട്ട്സ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.